ഓരോ വർഷവും ജൂൺ 21-ന് ലോകമെമ്പാടും രാജ്യാന്തര യോഗാ ദിനമായി ആചരിക്കുമ്പോൾ പുരാതന ഭാരതത്തിന്റെ ഈ മഹത്തായ സംഭാവനയുടെ പ്രാധാന്യം ഒരിക്കൽ കൂടി ലോകം തിരിച്ചറിയുന്നു. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും സമന്വയത്തിലൂടെ സമ്പൂർണ്ണ ആരോഗ്യം ലക്ഷ്യമിടുന്ന യോഗ ആധുനിക ജീവിതശൈലി രോഗങ്ങൾക്കും മാനസിക പിരിമുറുക്കങ്ങൾക്കും ഒരു ഉത്തമ പ്രതിവിധിയായി ഇന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി ഉന്നമനത്തിനും സമൂഹത്തിനും വേണ്ടിയുള്ള എന്ന ഈ വർഷത്തെ പ്രമേയം യോഗയുടെ വ്യക്തിഗത നേട്ടങ്ങൾക്കപ്പുറം സാമൂഹിക സൗഹാർദ്ദത്തിനും ലോക സമാധാനത്തിനും അത് എങ്ങനെ സഹായകമാകുന്നു എന്നത് അടിവരയിടുന്നുണ്ട്. യോഗ എന്ന വാക്ക് സംസ്കൃതത്തിലെ യൂഷ് എന്ന ധാതുവിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ഇതിന് ചേരുക അല്ലെങ്കിൽ ഒന്നിപ്പിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. വ്യക്തിഗത ബോധത്തെ പ്രപഞ്ച ബോധവുമായി ലയിപ്പിക്കുന്ന പ്രക്രിയയാണ് യോഗ എന്ന് ലളിതമായി നിർവചിക്കാം. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ചരിത്രമാണ് യോഗയ്ക്കുള്ളത്. സിന്ധു നദീതട സംസ്കാര കാലഘട്ടത്തിലെ പുരാവസ്തു ഗവേഷണങ്ങൾ യോഗാഭ്യാസത്തിന്റെ പ്രാചീന രൂപങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നുണ്ട്.